ശ്രീ സന്ദീപ് വാര്യർ, ഇലക്ഷന്റെ സമയത്ത് തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതാണ് യോഗി ആദിത്യനാഥിനെ UP മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന്. അതിന് അന്ന് തന്നെ മറുപടിയും നൽകി BJP. അമിത്ഷാ തന്നെ മറുപടിയും പറഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു. യോഗി ആദിത്യനാഥ് സമീപ ഭാവിയിൽ തന്നെ UP മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറാനുള്ള സാധ്യത ഉണ്ടോ? അല്ല, അത്തരം സാധ്യതകളൊക്കെ പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാം. കാരണം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. 2 തവണ തുടർച്ചയായി BJPയെ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിച്ചിട്ടുള്ള, രാജ്യത്തെമ്പാടും വലിയ തോതിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിലുപരിയായിട്ട് നിരവധി കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ അവരുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു പ്രതീകം കൂടിയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റുക എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചയുമില്ല. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ അസംബന്ധമാണ്. വിവിധ മാധ്യമങ്ങൾ അത്തരത്തിൽ ഉത്തർപ്രദേശിലെ BJPയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അവലോകന യോഗങ്ങളെക്കുറിച്ച് ചില ഊഹാപോഹങ്ങൾ പുറത്തുവിടുന്നതിനപ്പുറം അത്തരത്തിൽ ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. യോഗി ആദിത്യനാഥ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. അല്ല, അവിടെ ഒരു പ്രശ്നം സന്ദീപ്, 72 മുതൽ 75 സീറ്റുകൾ വരെ BJP പ്രതീക്ഷിച്ചിരുന്നു UPയിൽ. പക്ഷേ 33 സീറ്റേ കിട്ടിയുള്ളൂ. NDAക്ക് ആകെ 36 സീറ്റേ കിട്ടിയുള്ളൂ. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പരാജയപ്പെട്ടു. വാരണാസിയിൽ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു. അങ്ങനെ BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി ഉത്തർപ്രദേശിലാണ്. 75 പ്രതീക്ഷിച്ചിടത്ത് 33 എന്ന ഒരു നില വന്നതിൽ സ്വാഭാവികമായും യോഗി ആദിത്യനാഥും ആൻസറബിൾ ആകില്ലേ? അല്ല അഭിലാഷ്, ആ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്, ചില വസ്തുതകളുണ്ട്. എന്താ വെച്ചാൽ BJP ഒരു സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. വിജയിച്ചാലും ശരി, പരാജയപ്പെട്ടാലും ശരി, അതിന്റെ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചിട്ടുള്ള പരിശോധനകളും അതിന്റെ എന്തുകൊണ്ട് വിജയിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് സംബന്ധിച്ച് വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശോധനകൾ നടക്കും. വേണ്ട മാറ്റങ്ങൾ സംഘടനാ രൂപത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തും. കൂടുതൽ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യും. ചെയ്തതിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അത് തിരുത്തും. അങ്ങനെ വളരെ സജീവമായിട്ടുള്ള ഒരു സംഘടനാ രൂപമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഉത്തർപ്രദേശിൽ പ്രതീക്ഷിച്ചത്ര വിജയം നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പൊ അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ മാത്രമല്ല, വിജയിച്ചിട്ടുള്ള ഒഡീഷയിൽ നടക്കുന്നുണ്ട്. വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള കേരളത്തിൽ ഈ അടുത്ത ദിവസങ്ങൾ നടന്നു. അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ നേരിട്ട് വന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ജയിച്ച സംസ്ഥാനങ്ങളിലും വേണ്ടത്ര വിജയിക്കാൻ കഴിയാതെ പോയ സംസ്ഥാനങ്ങളിലും ഒക്കെ അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് പ്രവർത്തകരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ എല്ലാം കേട്ട ശേഷം വളരെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ സംഘടനയ്ക്കകത്ത് BJP സ്വീകരിക്കും. അത് എല്ലാ കാലത്തുമുള്ള BJPയുടെ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നടക്കണം. 4 തവണ തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയിട്ടുള്ള ഒരു സംഘടനാ രൂപമാണ് ഉത്തർപ്രദേശിലേത്. ആ 4 തവണത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഇത്തവണത്തെ ചെറിയൊരു സെറ്റ് ബാക്ക് കൊണ്ട് നമുക്ക് എഴുതിത്തള്ളാൻ സാധിക്കുമോ? കഴുകിക്കളയാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം 4 തവണ തുടർച്ചയായിട്ട് ഒരു ഉത്തർപ്രദേശ് പോലെ വലിയൊരു സംസ്ഥാനത്ത് അത്ഭുതകരമായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വിജയം നേടുക എന്നുള്ള വലിയ നേട്ടം കൈവരിച്ചിട്ടുള്ള ഒരു സംഘടനാ മെഷീനറി ഉള്ള ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിലെ സെറ്റ് ബാക്ക് വെച്ച് അവരെ അളക്കാനാവില്ല, അവരെ വില കുറച്ച് കാണാനാവില്ല. പക്ഷേ അതിന്റെ മറുവശം എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ള സെറ്റ് ബാക്ക് എന്തുകൊണ്ട് സംഭവിച്ചു, സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, ഇതൊക്കെ ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിലുള്ള പരിശോധന നടക്കും. അവിടെ ഇരുമ്പ് മറയില്ല, അവിടെ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചുവെക്കലുകളില്ല. വളരെ സുതാര്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തകരുമായിട്ട് സംവദിക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വവുമായി ദേശീയ നേതൃത്വവും ദേശീയ സംഘടനാ സെക്രട്ടറിയും ദേശീയ അധ്യക്ഷനടക്കമുള്ളവർ പങ്കെടുത്തിട്ടുള്ള നിരവധി മീറ്റിംഗുകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. ഞങ്ങളുടെ ഏറ്റവും മുന്നിൽ സമൂർത്തമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ 10 അസംബ്ലി സീറ്റുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് അതിനുശേഷം 2027 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സംഘടനയ്ക്കകത്തും ഗവൺമെന്റിനകത്തും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ ജനാധിപത്യപരമായ രീതിയിലുള്ള എല്ലാ പരിശോധനകളും നടക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിനർത്ഥം യോഗി ആദിത്യനാഥിനെ മാറ്റുന്നു എന്നുള്ളതല്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരം പരിഷ്കരണങ്ങളൊക്കെ നടത്തും.